വിവാദങ്ങൾക്കിടെ വഖഫ് ബോർഡ് ജുഡീഷ്യൽ സിറ്റിംഗ് ആരംഭിച്ചു. കോഴിക്കോട് വഖഫ് ബോർഡ് ഓഫീസിലാണ് സിറ്റിംഗ്. 85 കേസുകൾ ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഹൈക്കോടതി വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു. എന്നാൽ ജുഡീഷ്യൽ സിറ്റിംഗിന് തടസ്സമില്ലെന്നാണ് ചെയർമാനായിരുന്ന KS ഹംസയുടെ വിശദീകരണം. സാജിദ് അജ്മൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകാനുണ്ട്. സാജിദ്, ഈ വിവാദങ്ങൾക്കിടെയാണ് ഇപ്പോൾ ജുഡീഷ്യൽ സിറ്റിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്കിടെ ഈ ഒരു സിറ്റിംഗ് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? എത്ര കേസുകളാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്? നൈനു, വഖഫ് ബോർഡിന്റെ പ്രവർത്തനം ഹൈക്കോടതി താൽക്കാലികമായി മരവിപ്പിച്ചു. അതിൽ തന്നെ ഈ ചെയർമാൻ അടക്കമുള്ള അംഗങ്ങൾക്ക്, ഉമർ ഫൈസി അടക്കമുള്ള അംഗങ്ങൾ യോഗ്യരല്ല എന്നുള്ള കാര്യം കൂടി കണ്ടെത്തിയിരുന്നു. ഈ വിവാദങ്ങൾ നടക്കുന്നു. അതിനിടെ ഇന്ന് സുപ്രീം കോടതിയിൽ ഇവരുടെ അപ്പീൽ, ഈ മരവിപ്പിച്ചത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള അപ്പീൽ പരിഗണിക്കാൻ പോകുകയാണ്. അതിനിടയിലാണ് വഖഫ് ബോർഡിന്റെ കോഴിക്കോട് റീജിയണൽ ഓഫീസിൽ വെച്ച്, ഡിവിഷണൽ ഓഫീസിൽ വെച്ച് ഇപ്പോൾ വഖഫ് ബോർഡ് ജുഡീഷ്യൽ ഈ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. ജുഡീഷ്യൽ സിറ്റിംഗ് ആണ് നടക്കുന്നത്. അതായത് 85 കേസുകൾ പരിഗണിക്കുന്നുണ്ട്. വഖഫ് ബോർഡ് ചെയർമാനും മറ്റ് അംഗങ്ങളും പറയുന്ന കാര്യം, ഈ നയപരമായ തീരുമാനം എടുക്കരുത് എന്ന് മാത്രമാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ജുഡീഷ്യൽ സിറ്റിംഗിന് തടസ്സമില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഇന്നത്തെ അവരുടെ നോട്ടീസ് പ്രകാരം ഇന്ന് വിധി പറയുന്ന കേസുകൾ എന്ന് പറഞ്ഞാണ് പല കേസുകളും ഉള്ളത്. അങ്ങനെ ഇന്ന് ഈ നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി ഉത്തരവിട്ട ഒരു സംഭവത്തിൽ ഇന്ന് അങ്ങനെ യോഗം ചേർന്ന് ഏതെങ്കിലും ഒരു വിധി പ്രസ്താവിച്ചാൽ ആ വിധി സാധുവാകുമോ, അത് പിന്നീട് ആ വിധിയുടെ ഒരു കാര്യം എന്താകും എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം നയപരമായ കാര്യം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു വിധി പറയുക എന്നുള്ളത്. അങ്ങനെ വിധി പറഞ്ഞാൽ അതെന്താകും എന്നൊരു ചോദ്യം, അതിന്റെ നിയമസാധ്യത എന്താകും എന്നൊരു കാര്യം കൂടിയുണ്ട്. എന്തായാലും വഖഫ് ബോർഡ് ചെയർമാൻ ആയിരുന്ന KS ഹംസയും അതോടൊപ്പം തന്നെ മുക്കം ഉമർ ഫൈസിയും അടക്കമുള്ള പ്രധാനപ്പെട്ട അംഗങ്ങളെല്ലാം തന്നെ ഈ സിറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നൈനു, സാജിദ്, എന്തായാലും ഈ വിവാദങ്ങൾക്കിടെ ഇങ്ങനെ സിറ്റിംഗ് നടക്കുമ്പോൾ ഏകദേശം ഇന്ന് 85ഓളം കേസുകൾ പരിഗണിക്കുന്നുണ്ട് എന്നാണല്ലോ പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും അതിന്റെ കാര്യങ്ങൾ നടക്കുക? ഈ ഒരു വിധിയിലേക്കൊന്നും പോകാതെ ഏത് രീതിയിലായിരിക്കും? ഒരു പരിഗണിക്കൽ മാത്രമായിരിക്കും ഇന്നുണ്ടാവുക? നൈനു, ആ നോട്ടീസ് പ്രകാരം ഇന്ന് വിധി പറയുന്ന കേസുകൾ എന്ന ഒരു പട്ടികയാണ് ഉള്ളത്, ആ നോട്ടീസിൽ ഉള്ളത്. പക്ഷെ അങ്ങനെ ഈ നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഈ മരവിപ്പിച്ച ഒരു കമ്മിറ്റിയാണ് നിലവിൽ ഈ സിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സിറ്റിംഗിൽ ഈ കേസ് പരിഗണിക്കുകയും അത് മാറ്റിവെക്കുകയുമാണെങ്കിൽ ഈ നയപരമായ തീരുമാനം ആവില്ല. പക്ഷെ അതിൽ വിധി പറയുകയാണെങ്കിൽ അങ്ങനെ അത് നയപരമായ ഒരു തീരുമാനത്തിന്റെ ഗണത്തിൽ വരുമോ? അതായത് ഹൈക്കോടതി തന്നെ മരവിപ്പിച്ച ഒരു ജുഡീഷ്യൽ ബോഡി വിധി പറയുന്നത് എത്രത്തോളം നിയമസാധുത ഉണ്ട് എന്ന കാര്യം ഈ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഒരുപക്ഷെ മിക്കവാറും ഈ 85 കേസുകൾ ഉണ്ട്. അതെല്ലാം ഈ വിധി പറയുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഒരുപക്ഷെ അത് ഓരോന്ന് പരിഗണിച്ച് മറ്റൊരു തീയതിയിലേക്ക് മാറ്റാനുള്ള സാധ്യതയും ഉണ്ട്. നൈനു, ശരി. സാജിദ് അജ്മലാണ് വിശദാംശങ്ങൾ നൽകിയത്.